ഇത് കണ്ടോ? ഞാനേ ഒന്ന് വന്നപ്പോഴാണ് ഈ ലുലു മോളിൻ്റെ ഇപ്പുറത്തൂടെ ഉള്ള ഈ പറഞ്ഞ ഒരു കുഞ്ഞിപ്പാലം, അത് എന്തിൻ്റെ മോളിൽ കൂടെ ആണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ? ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഇതിനകത്തോട്ട് ഒരാൾ വീണാലേ നീന്തറിയത്തില്ല, ഉറപ്പായിട്ടും മരിക്കും. ആ, ഈ ഹൈറ്റ് പോരാ, മനസ്സിലാവുന്നുണ്ടോ? ഇവർ ഈ കന്നാസും പെട്രോളും ഒക്കെ വന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന ഒരുത്തിനെ ഉന്തിയിടാനും മതി. ഏതെങ്കിലും ഒരു ഭ്രാന്ത് കാണിച്ചാലേ നേരെ തള്ളി താഴെ പോകും. പിന്നെ വേണ്ട, കുഞ്ഞു കളിച്ചാൽ മതി ഇവിടെ കിടന്ന്. അപ്പോൾ ഉണ്ടതാണ്ട് ഇവിടെ നിന്ന് വന്നതാണ്ട് ഇത്രേ ഉള്ളൂ, കുറച്ചുകൂടെ ഹൈറ്റൂടെ ഉണ്ടതാണ്ട് മുട്ടറ്റൊക്കെ ഉള്ളൂ. ഇതിങ്ങ് വീഴും, മനസ്സിലായോ? ആ, ഇവിടെ അല്ല, ഹൈറ്റ് അല്ല വേണ്ടത്, ഇവിടെ ഒരു ഗ്രില്ല് പോലെ പിടിപ്പിച്ചാൽ മതി. അല്ല, ഇതങ്ങ് മറയ്ക്കണമെന്നില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിന് സൈഡിൽ നമ്മൾ ഈ മറ്റേ ഗ്രില്ല് ഫിറ്റ് ചെയ്യത്തില്ലേ, അതിന് വെൽഡ് ചെയ്തിട്ട് അവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഹൈറ്റ് വേണം, മനസ്സിലായോ? ഇത്രയും വേണം, ഇത്രയും കൂടെ വേണം. ഇപ്പം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ ഇതിനകത്തൂടെ നടന്നു പോകത്തില്ല, പാലത്തെ കൂടെ കണക്കുമ്പോൾ അവിടെ നിന്ന് ചാടാതിരിക്കാനാണ് അവരത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ചാടാനും പാടില്ല, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിന്ന് ഒരുത്തൻ വന്ന് ഉന്തിയിടുന്നത് മാത്രമല്ല, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോലും ഇവിടെ സാധിക്കരുത്, മനസ്സിലായി? അതിനാണ് ഉണ്ടാക്കി വെച്ചേക്കും. അതുകൊണ്ട് ഇത് കണ്ടു, ഈ ഹൈറ്റ് കൂടുതൽ പണിതിരുന്നത് എന്തോ ആണോ ഇവർക്ക്? പോട്ടെ, ഇവർ ഇത് പണിതു, ഹൈറ്റ് കൂട്ടിയാലും ഒരാൾ ചാടാൻ പാടില്ല, മനസ്സിലായോ? അതിന് പറ്റുന്ന കാര്യം ഇനി അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ വീണ് വല്ലവരും രക്ഷപ്പെടുത്തിയാൽ പോലും ചത്തു. ആര് രക്ഷപ്പെടുത്തും? രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ, അല്ല, ആര് രക്ഷപ്പെടുത്തും? ആർക്കെങ്കിലും നീന്തി ചെന്ന് രക്ഷപ്പെടുത്താൻ തോന്നുമോ? ഇവിടെ ഉറപ്പ് ഞാൻ എഴുതി വെച്ച് തരാം, ഇതിനകത്ത് ഒരാൾ വീഴും. സമയം ആയതുകൊണ്ട് എനിക്കത് തോന്നിയത് അല്ലേ, എനിക്കങ്ങനെ തോന്നാറുള്ളതാണ്. നമ്മൾ തോന്നിയിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ പലതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇനി സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് ടൈമിലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ആക്ഷൻ എടുക്കണം. തൂഫാനൊക്കെ കൊള്ളാം, കാരണം ഇങ്ങോട്ട് നീങ്ങിയിരിക്കും, ആ പിള്ളേരെ കേട്ടണ്ട. ഇത്രയും മലിനമായ ജലം തൂഫാൻ ഉണ്ടൊന്ന് ക്ലീൻ ആക്കുവാണെന്നല്ല, നല്ലൊരു തൂഫാൻ ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ച്. കണ്ടോ, തൂഫാനൊക്കെ ഈ പറഞ്ഞ പോലെ കഞ്ചാവിനേക്കാളൊക്കെ ഭയങ്കര ഡേഞ്ചറായത്. അത്രയും കൊതുകിനെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇത്രയും രോഗം പടർത്തുന്നു. അതുപോലെ തന്നെ ഒരു മഴ പെയ്താൽ ഈ കനാലിൽ കൂടെ ഈ തോട്ടിൽ കൂടെ വെള്ളം ഒലിക്കാതെ വെള്ളം തടഞ്ഞു നിന്ന് ഇതിൻ്റെ മുന്നിൽ തന്നെ ആദ്യം വെള്ളം കിട്ടുന്നു. എവിടെ? എടപ്പള്ളിയിൽ. തൂഫാൻ പോലൊരു പരിപാടി ഇതിനകത്ത് അവതരിപ്പിക്കാൻ പറ്റും, ഇതൊന്ന് വൃത്തിയാക്കാൻ പറ്റുമോ? പോട്ടെ, ഇപ്പോൾ തൽക്കാലം നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രണ്ട് ഇവിടെ വേണ്ടേ, ഇങ്ങോട്ട് നോക്കണോ, ഇവിടെ കാണിക്കത് ഈ ഹൈറ്റിൽ ഇത്രയും മതി കേട്ടോ, ഈ ഹൈറ്റ് മതി. അത് ഇവിടെ നിന്ന് ഞാൻ പറയാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ആ അറ്റം തൊട്ട് രണ്ട് ഈ അറ്റം വരെ, അതായത് ആൾക്കാർ അവിടം വരെ ഇവിടെ ഇങ്ങനെ ഈ വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? ഇവിടെ നിന്ന് അവിടം തൊട്ട് ഇവിടെ വരെ, അതായത് ഇവിടെ ഇങ്ങനെ കാണിച്ച് ഇവിടെ കാണിച്ച്, അതായത് ഇവിടെ നമ്മളൊരു ഇത് വെക്കും, എന്നിട്ട് ഇവിടെ സ്ക്രൂ ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് എന്താ ഇത്? അത് വേറെ അല്ലേ, അത് വിരലിടാനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്യും, ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് വെൽഡ് ചെയ്ത് നെറ്റ് ഇവിടെ ഈ ഹൈറ്റ് വേണം, നിർബന്ധമായും വേണം. ഇവിടെ രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്താ പറയണ്ടേ, ശ്രദ്ധക്കുറവ് കൊണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞുകളി ഉണ്ടോ ആരെങ്കിലും ഇങ്ങോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ട്, 100% മറിയാൻ സാധ്യത ഉണ്ട്. പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഉന്തിയിടാനുള്ള സാധ്യതയുണ്ട്, ഏതെങ്കിലും മാനസിക രോഗി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ആത്മഹത്യയ്ക്ക് ചാടാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകത്തില്ല, പക്ഷേ ഇനി ആത്മഹത്യ ഉള്ളവർ ചിലപ്പോൾ ഇവിടെ ഒന്ന് ചാടി നിൽക്കും. പക്ഷേ ഇത് വൃത്തിയിട്ട വെള്ളം ആയതുകൊണ്ട് ചാടാത്തായിരിക്കും അല്ലേ? ഈ വെള്ളത്തിൽ ചാടി ചാവുന്നതിനേക്കാൾ ആ പുഴയിൽ പോയി ചാടിയാൽ മതി എന്ന് പറഞ്ഞായിരിക്കും. പക്ഷേ ഇവിടെ ഒരു അപകടം സംഭവിച്ചാൽ ഇവിടെ നിന്ന് ആർക്ക് രക്ഷപ്പെടുത്താൻ പോലും ഇറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ചെളിയാ. ഒരാളിനകത്ത് വീണ് മരിക്കുന്ന സീനൊന്ന് ഓർത്ത് വയ്ക്കിടും. എന്തൊരു ഗതികെട്ട മരണമായിരിക്കും. കേരളത്തിൽ നശിച്ച ഒരു തോട് കാരണം ഒരു ഊമ്പിയ മരണം. പിന്നെ ആരെങ്കിലും കൊച്ചുങ്ങളൊക്കെ എടുത്തെറിയും, റോഡിലൊക്കെ കളഞ്ഞ പോലെ ഇതിനകത്തൊക്കെ എടുത്തെറിയത്തില്ലേ, അത് അനുവദിക്കരുത്. അതിനാണ് ഇത്രയും വലിയ. അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇടാൻ പാടില്ല. ഇതൊക്കെ ആൾക്കാർക്ക് ചുമ്മാ എന്തെങ്കിലും എറിയാൻ പറ്റുന്ന സ്ഥലമല്ലേ. ഇത് അങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു സാധനമാണോ ഇത്? പായലാ ഈ സാധനമൊക്കെ റിമൂവ്, ഇത് നമ്മുടെ നാട്ടിലോട്ട് ഉണ്ടായിരുന്ന സാധനമല്ല, വന്ന സാധനമാണ് കേരളത്തിലോട്ട്. അതെ, ഈ സാധനം കളയാവുന്നുള്ളൂ. ഇവർക്ക് ഇത് റിമൂവ് ചെയ്യാം. കൊച്ചി കോർപ്പറേഷൻ ഉറങ്ങിയോ? ഞങ്ങൾ ചോദിക്കുകയാണ്. അതെ, കൊച്ചി കോർപ്പറേഷൻ അല്ല, എനിക്ക് ആ തൂഫാൻ ഇങ്ങോട്ട് വന്നൊന്ന് അടിച്ചിരുന്നെങ്കിൽ നല്ലതാണ്, ഇറങ്ങുന്നത് നല്ലതാണ്. കാരണം ഇത്രയും കൊതുക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം വേറെ ഇല്ല. ആ പോളയ്ക്കകത്തെല്ലാം കൊതുക് ഉണ്ടാവും, അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും. ഇതിനകത്തോട്ട് ഡയറക്റ്റ് കൊതുക് ഉണ്ടാകത്തില്ല, അതിനകത്ത് മീനുണ്ട്. പക്ഷെ ആ പോള ഉണ്ടല്ലോ, അതിന് ഇത്രയും ഒരു ഇതാടോ, ആ ചെടിയുടെ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും, അതാ അതിൻ്റെ കുഴപ്പം. പിന്നെ അത് ഇതിൻ്റെ ഫ്ലോ കണ്ടോ,
ഒരു മഴ പെയ്ത് ഇവിടെ ആദ്യം വെള്ളം പൊങ്ങുന്നത്, എടപ്പള്ളി മുങ്ങുമെന്ന്. ഇത്രയും വലിയൊരു തോട് ഇവിടെ കിടന്നിട്ട് എടപ്പള്ളി മുങ്ങുന്നത്. ഒന്ന് ഓർത്ത് നോക്കി. അത് ഇത് ക്ലീൻ ചെയ്യണം. ആദ്യം തൂഫാൻകാർ ഇത് ക്ലീൻ ചെയ്യണം. വി ഡി സതീശൻ പ്ലീസ് നോട്ട്, ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇടണം കേട്ടോ. എല്ലാവരും ഇതുവഴി സഞ്ചരിക്കുന്നതാണ്. കൊച്ചിയുടെ സെൻറ്ററാണ്. അപ്പോൾ അവിടെ ഒരു ത്രെട്ടുണ്ട്, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടൊരു സാധനമുണ്ട്, പ്ലസ് ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ ഉണ്ട്, പിന്നെ നാറ്റം, അസഹനീയമായ നാറ്റമുണ്ട്. അപ്പോൾ ശരി, ബൈ. ഞങ്ങൾക്ക് പെട്രോൾ മേടിക്കാൻ പോകാനുള്ള. പെട്രോൾ മേടിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പെട്രോൾ കുപ്പിയിൽ കൊടുക്കരുത്. പെട്രോൾ കുപ്പിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് ഒഴിക്കും എന്നതിൻ്റെ പേരിലാണ്. അതും ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ? അതിനെന്താ കുഴപ്പം? ഒരാടെ പെട്രോൾ തീർന്നു, ആളൊരു 1 ലിറ്റർ കുപ്പി എവിടെയെങ്കിലും മേടിച്ചുകൊണ്ട് പോയി പെട്രോൾ ഒഴിക്കുന്നു. അത് പറ്റത്തില്ല. എൻ്റെ പിള്ളേരെല്ലാം കൂടെ തള്ളിക്കൊണ്ട് കിടക്കുന്നതാണ് ഈ ബൈക്കൊക്കെ. ഒരുത്തൻ ഓടിക്കുന്നു, ഒരുത്തൻ സൈലൻസറെ ചവിട്ടിക്കൊണ്ട് തള്ളുന്ന കണ്ടിട്ടില്ലേ? ഈ തെണ്ടിത്തരമൊന്നും ഇമാര് കണ്ടിട്ടില്ല. അത് റിസ്ക് ഇല്ല. അത് പിടിച്ചാൽ ഫൈൻ അടിക്കാം. പക്ഷേ ഈ ആത്മഹത്യാ ശ്രമം പിടിച്ചാൽ ഫൈനില്ല. അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിന് ഫൈൻ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരത് വിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ഈ പെട്രോൾ ഏതോ ഒരുത്തൻ മണ്ണങ്ങാണ്ടൊന്ന് കത്തിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മളുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടാക്കരുത്. മാത്രമല്ല പല ഗേജും എൻ്റെ ഗേജ് വർക്കിംഗ് അത് കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അതാ പറ്റിയത്. നമ്മളെങ്ങനെ ഇത്ര പെട്രോൾ തീരുന്ന ഒരു സ്വാഭാവിക സംഭവമാണ്. വണ്ടി ഇല്ലാത്തവര് ഇങ്ങനത്തെ കൊലപാതകം നടത്തേണ്ടതാണ്. വണ്ടി ഇല്ലാത്തവര്, ബൈക്കുള്ളവർക്ക് ബൈക്കിനകത്ത് പോയിട്ട് അല്ലെങ്കിൽ കാറുള്ളവർക്ക് കാറിൽ പോയി പെട്രോൾ അതിനകത്ത് അടിച്ചു വെച്ചിട്ട് ഊറ്റ അല്ലേ? ശരിയാണല്ലോ. വണ്ടി ഇല്ലാത്തവര് കൊലപാതകം ചെയ്യരുത്. അതാണ് നമ്മുടെ മോട്ടോ. അത് തന്നെ 5 വർഷത്തിൽ ഒരിക്കൽ നടന്ന സംഭവമാണ് ഈ പെട്രോൾ ഒഴിക്കൽ പരിപാടി. പക്ഷെ ദിവസം സംഭവിക്കുന്ന പോലെ ഒരു കാര്യമാണ് അവരതിനെ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു ദിവസം എത്ര വണ്ടികളുടെ പെട്രോൾ റോഡിൽ തീരുന്നുണ്ടെന്ന് ഒന്ന് കണക്കെടുത്തിരുന്നെങ്കിൽ ഈ ബോധമില്ലാത്തവന്മാർക്ക് മനസ്സിലായാൽ. ഒരുപാട് പേരുടെ പെട്രോൾ തീരുന്നുണ്ട്. ഈ പെട്രോൾ തീർന്നവരെല്ലാം തള്ളിക്കൊണ്ട് നടക്കുന്നു. പിന്നെ ക്യാൻ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചെന്നേ. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഇല്ല, ഇത് കണ്ടോ? ഇല്ല, കിട്ടുന്ന കേസല്ല ഞാൻ പറഞ്ഞ. ഇത് പെട്രോള് നമ്മൾ പമ്പിൽ നിന്ന് മേടിക്കണമെന്നുണ്ട്, ഒരു ക്യാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ക്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് 3000 രൂപ ഡിപ്പോസിറ്റ് കൊടുക്കണം. സംഭവമൊക്കെ ഉണ്ട്. അത് മാത്രം മതി. ആ ഡിപ്പോസിറ്റ് കൊടുക്കണം. ഈ ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോൾ ഈ സാധനം 200 ലിറ്റർ ഡീസൽ വാഹനങ്ങൾക്ക് മാത്രം പരമാവധി 200 ലിറ്റർ വരെ. ഓക്കെ, ഈ ക്യാനിൽ നമുക്ക് തരാവുന്നതാണ്. ഈ ടൈപ്പ് ക്യാൻസ് ഒന്നും അലൗഡ് അല്ല. പക്ഷെ ഒരു പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻ നമ്മളിവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ 3000 രൂപ ഡിപ്പോസിറ്റ് കൊടുക്കണം. പക്ഷേ ഈ ഡിപ്പോസിറ്റ് ക്യാഷായിട്ടേ പമ്പിൽ എടുക്കത്തുള്ളൂ, ജിപേ എടുക്കത്തില്ല. ജിപേ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരാൻ ഓപ്ഷൻ ഇല്ലെന്നാണ് പമ്പുകാർ പറയുന്നത്. കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഗൂഗിൾ പേ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് കറണ്ട് അക്കൗണ്ടാണ്, തിരിച്ചിടാൻ പറ്റത്തില്ലെന്നാണ്. എന്നാൽ വേറൊരു ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ അതില്ല. ഇപ്പോൾ പെട്രോൾ തീർന്ന ഒരാൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ATM-ൽ പോയി 3000 രൂപ എടുക്കാൻ നടന്ന് അത് കഴിഞ്ഞ് അല്ലേ പോട്ടെ, ഞങ്ങളെന്നാ പെട്രോൾ ഇറങ്ങി ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് ATM-ൽ നിന്ന് പൈസ കൊണ്ടുവരാം. അതെങ്ങനെയുണ്ട്? നല്ലൊരു ഓപ്ഷൻ അല്ലേ? പെട്രോൾ തീരുന്ന ഒരു പ്രശ്നമാണ്. അതിനിപ്പോൾ പരിഹാരമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു നിയമ പരിപാടി ഇത്. നമ്മളിനി ATM-ൽ പോയി പൈസ എടുത്ത് ആ ATM എവിടെയാണോ എന്തോ കുറേ ദൂരത്ത് നടന്ന് ATM-ലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു സമയം കുറേ പോകുന്നുണ്ട്. സംഭവം സിമ്പിളാണ്. കുറച്ച് പെട്രോൾ കൊടുക്കുന്നതിനകത്താണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. പമ്പുകാർക്ക് ഓപ്ഷൻ ഇല്ല. ഇല്ല, ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ സാധനം സർവീസ് അല്ലേ? ഇതൊക്കെ ആരുടെ വകുപ്പിൽ തന്നെയാണ് ഈ സാധനം? ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല, ഇവിടെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ ഒറ്റ പ്രശ്നമുള്ളൂ, ഗൂഗിൾ പേ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടോ ക്യാഷ് ആയിട്ട് മേടിക്കാവുന്ന? ഇതെന്ന് ഇത് ചെയ്താണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ബ്രോ, ഞാൻ വീണ്ടും ഒന്നൊരു ചോദിക്കാം. അതായത് പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ഒരാൾ വാഹനത്തിൽ പെട്രോൾ തീർന്നിട്ട് റോഡിൽ നിൽക്കണമെങ്കിൽ പമ്പിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ പമ്പിന് ഉത്തരവാദിത്വം ഉണ്ടോ പെട്രോൾ കൊണ്ടുപോയി കൊടുക്കാൻ? ആണല്ലോ അല്ലേ? ഷുവർ അല്ലേ? അല്ല, ഇതിനകത്ത് അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ക്യാഷ് എടുക്കരുതെന്ന് എഴുതിയിട്ടുണ്ടോ? അല്ലെന്നേ, ഇതിനകത്ത് അപ്പോൾ ക്യാഷും എടുക്കാൻ പാടില്ലെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടോ? അത് ലോയിൽ ഇല്ലല്ലോ, അത് നിങ്ങളുടെ പ്രശ്നമല്ലേ? അല്ലേ? ഇതിനകത്ത് ഒരിക്കലും എഴുതി വെക്കത്തില്ല ക്യാഷ് മേടിക്കരുത്, ഗൂഗിൾ പേ മേടിക്കരുതെന്ന്. മനസ്സിലായോ? അതിനകത്ത് എങ്ങനെ എഴുതും? അതല്ല, എന്നാൽ ഇത് കാണണ്ടേ? ഇതിനകത്തൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഇല്ല അങ്ങനൊന്നും. നിങ്ങൾ ഗൂഗിൾ പേ എടുക്കരുതെന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഗൂഗിൾ പേ എടുക്കണമല്ലോ, അല്ലേ? അല്ലേ? അതെ, നിങ്ങൾ പെട്രോൾ തരണം, ഞങ്ങൾക്ക് പറ്റുന്ന ഗൂഗിൾ പേ ഉള്ളൂ. ഗൂഗിൾ പേ ഇല്ലീഗൽ അല്ല.
അപ്പൊ ലീഗലായിട്ടുള്ള ഒരു കാര്യം പോലും നടക്കാതെ വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് രീതിയിലാണ് ഇതിനെ ഇപ്പൊ നമ്മൾ കേരളമാണ് എന്ത് രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്തൊരു ഗുണം ഉണ്ടാകുന്നത് ഈ ഫെസിലിറ്റി കൊണ്ട്, ഈ ക്യാൻ കൊണ്ട്? എന്താണോ ഇതിനകത്ത് കൊണ്ടുപോകുമ്പോ എന്താണ് ഇതുകൊണ്ട് ദുരുപയോഗം ചെയ്യാൻ പറ്റില്ലേ? ദുരുപയോഗം ചെയ്യാത്തതിന്റെ നല്ലത്. ഇത് പൊട്ട നിയമമാണ്, ഇന്ത്യൻ നിയമം. ഇന്ത്യനല്ല, കേരളത്തിലേ ഉള്ളൂ മൊത്തത്തിൽ. വേറെ സർക്കാരിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞത്. പക്ഷെ കേരളത്തിലാണ് ബാൻ ചെയ്തേക്കുന്നത്. അതൊക്കെ ശരിയാ. പക്ഷെ എനിക്കതിന് ഇതിനകത്ത് പ്രശ്നം ഇത്രേ ഉള്ളൂ. ഈ നോട്ട് പ്രശ്നമാണ്. ഈ നോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എല്ലാം അങ്ങനെയാണല്ലോ. അതായത് കേരളത്തിലാണ് പ്രധാനമായിട്ടും. ഇവിടെ എല്ലാം അങ്ങനെയാണ്. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അതിന്റെ എല്ലാ തടസ്സങ്ങളും അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് കോംപ്ലിക്കേഷൻസ് എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് നമ്മളോട് പറയും ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അതിൽ അവിടെ വരുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ചെയ്യാൻ റെഡി ആണല്ലോ. ഇവർക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അല്ല, ഇവരാ ചെയ്യണ്ടേ? ഇവർക്ക് ആ പ്രശ്നം ഗൂഗിൾ പേ എടുക്കാൻ പറ്റാത്തത്. അതെ, അത് ഗവൺമെന്റിന്റെ പ്രശ്നമാണെന്ന് ഗവൺമെന്റ് പറയും. ഞാൻ വേറെ കാര്യം നോക്കട്ടെ, ഇത് ഈ സാധനത്തിന് ഡെപ്പോസിറ്റ് വാങ്ങിച്ചു തന്നെയാണോ കൊടുക്കണമെന്ന് പറയണം ബ്രോ? അതാണ് ആണല്ലേ, അതങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ അതൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പെട്രോള് അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ടോ? അല്ല, ഇതൊക്കെ എല്ലാരും അറിയണ്ടേ? ഇത് സിമ്പിൾ കേസാ. പണ്ടൊക്കെ ഒരാൾ ഹെൽമെറ്റ് വെച്ച് പോകണമെങ്കിൽ നമുക്ക് ഡൗട്ട് വരുമല്ലോ. അല്ല, ഇവരെന്നിട്ട് പറഞ്ഞേക്കുന്നത് ഹെൽമെറ്റ് വെച്ച് പോണേ വേറെ വണ്ടിയെ 100 എടുത്ത് ഒഴിച്ചോളാൻ. അപ്പൊ വേറൊരു വണ്ടി വരണം, എന്നിട്ട് ആ വണ്ടിയിൽ നിങ്ങൾ ഊറ്റണം. അല്ലല്ല, അങ്ങനെ ഊറ്റാം. അല്ല, അതൊക്കെ ചെയ്യാലോ. അല്ല, അത് ചെയ്യാം, ആരും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഊറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ അല്ല, വേറെ എഴുതി വെച്ചിട്ടുണ്ട്. വേണേ അങ്ങനെ ചെയ്തോ, അല്ലെ പമ്പിലോട്ട് തള്ളിക്കൊണ്ട് വന്നോ, അല്ലാതെ പമ്പിൽ നിന്ന് കൊടുക്കത്തേ ഇല്ലെന്ന്. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. ലോജിക്കുള്ള പരിപാടി അല്ല ഇത്. പക്ഷെ എനിക്ക് രണ്ടാമത് മനസ്സിലാകാത്ത ലോജിക്ക് ഇതിന്റെ ഈ ക്യാനിന് എങ്ങനെയാണ് ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. അത് ഗവൺമെന്റ് ഇഷ്യൂ അല്ല. മനസ്സിലായില്ലേ? ഇത് പഴയൊരു കഥയുണ്ട്. ഇതുപോലെ 2 ടൈപ്പ് വേണം. ഇതുപോലത്തെ ഒറ്റ ക്യാൻ ഞാൻ പറയാം, എനിക്ക് മനസ്സിലായത് എന്താന്ന്. പണ്ടൊരു കഥയുണ്ട്. ഒരു ജോസേട്ടൻ മുണ്ട് ഒന്ന് കല്യാണത്തിനുമായിട്ട് ഒരു മുണ്ട് മേടിച്ചു സത്യം ചേട്ടൻ. അപ്പൊ ജോസേട്ടന് ഈ മുണ്ട് കൊടുത്ത് ചെല്ലുകയാണ്. ഹലോ ഹായ്. അപ്പൊ മുണ്ടെടുത്ത് ചെല്ലുകയാണ് കല്യാണത്തിന്. അപ്പൊ മറ്റേ ആളുണ്ട്, സത്യം ചേട്ടനുണ്ട്. സത്യം ചേട്ടൻ മുണ്ടിന്റെ കണ്ടപ്പോ അവിടെ ഇരിക്കല്ലോ, അങ്ങനെ പറഞ്ഞോ ഇരിക്കലേ ദേ തുരുമ്പ് കറ പറ്റത് എന്ന് പറഞ്ഞ് പുറകെ നടന്നു എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ അവതരിപ്പിച്ച് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ നാട്ടിലുള്ള ഒരു മനുഷ്യർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. കത്തിച്ച് കൊല്ലാനാണ് ഇപ്പോഴും പറ്റും. അതിന് കുഴപ്പമൊന്നുമില്ല. അതേതെങ്കിലും വണ്ടി 100 കത്തിച്ചാൽ മതി. പെട്രോൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, മണ്ണെണ്ണ ആണെങ്കിലും കിട്ടും. പക്ഷെ ഇതെന്ത് പരിപാടിയാന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ പമ്പിലൊക്കെ ഉള്ള ഈ സാധനത്തിന് പകരം ഈ വണ്ടി തള്ളിക്കൊണ്ട് വരുന്നുണ്ടോ പിള്ളേര്? ബൈക്ക് ഇങ്ങനെ കാലയിലൊക്കെ തള്ളിക്കൊണ്ട് വരിക, അതുകൊണ്ടൊരു അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വേറെ ബൈക്ക് തള്ളിക്കൊണ്ട് വരുന്ന സീനൊക്കെയാണ് നടക്കുന്നത്. അതൊരു അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കുകയാണ് ഈ സംഭവം. ഇനിയിപ്പോ നമ്മൾ ഇനി ATM-ലൊക്കെ പോയി പതുക്കെ വരാം. അതായത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടികളുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എല്ലാ ആവശ്യത്തിനൊക്കെ ആൾക്കാർ വരുന്നതിനുള്ള ഗതികേടെന്ന് ഓർത്ത് നോക്കി. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ് ഇന്ത്യയിൽ. മോദിജിയുടെ